നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത് 2023 ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് 2023 ജൂൺ മാസത്തിലേക്ക് നമുക്ക് നോക്കുന്നു. അതിലാദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ 48ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആര്? വി വേണു. കേരളത്തിൻ്റെ 48ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് വി വേണു. അടുത്ത ചോദ്യം: ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. 2023 ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ സന്ദേശമായിരുന്നു: ജനങ്ങളാണ് പ്രധാനം, ഒറ്റപ്പെടുത്തലും വിവേചനവും ഒഴിവാക്കുക, പ്രതിരോധം ശക്തിപ്പെടുത്തുക. 2023 ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ സന്ദേശമായിരുന്നു: ജനങ്ങളാണ് പ്രധാനം, ഒറ്റപ്പെടുത്തലും വിവേചനവും ഒഴിവാക്കുക, പ്രതിരോധം ശക്തിപ്പെടുത്തുക. പീപ്പിൾ ഫസ്റ്റ്, സ്റ്റോപ്പ് സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, സ്ട്രെങ്തൻ പ്രിവെൻഷൻ. ഇതായിരുന്നു 2023 ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ സന്ദേശം. 2023 ജൂണിൽ അന്തരിച്ച ലിഥിയം അയൺ ബാറ്ററിയുടെ സഹസ്രഷ്ടാവും രസതന്ത്ര നോബൽ ജേതാവുമായ വ്യക്തിയുടെ പേരെന്ത്? അതാണ് അടുത്ത ചോദ്യം. 2023 ജൂണിൽ അന്തരിച്ച ലിഥിയം അയൺ ബാറ്ററിയുടെ സഹസ്രഷ്ടാവും രസതന്ത്ര നോബൽ ജേതാവുമായ വ്യക്തിയുടെ പേരാണ് ജോൺ ഗുഡിനോഫ്. അദ്ദേഹത്തിൻ്റെ പേരൊരിക്കൽ കൂടി: ജോൺ ഗുഡിനോഫ്. നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും കൂടിയാണ് ജോൺ ഗുഡിനോഫ്. അപ്പോൾ നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും കൂടിയാണ് ആര്? ജോൺ ഗുഡിനോഫ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിർമ്മിക്കുന്നത് എവിടെയാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിർമ്മിക്കുന്നത് ബീഹാർ സംസ്ഥാനത്തിലെ ചമ്പാരൻ ജില്ലയിലാണ്. ബീഹാർ സംസ്ഥാനത്തെ ചമ്പാരൻ ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം: 2023 ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ നൈൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈജിപ്റ്റ് സർക്കാർ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ നൈൽ പുരസ്കാരം നൽകി 2023 ആദരിക്കുകയുണ്ടായി. 2023 ജൂൺ മാസം 13 പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്നു. അല്ലേ? വാൽമുട്ടി കോളനിയെ ഒരു പാട്ടുഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് 2023 ജൂൺ മാസം 13 പാട്ടുഗ്രാമം അതേത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഇനി മുതലുള്ളൂ. അതാണ് വാൽമുട്ടി കോളനി എന്ന് പറയുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ സ്ഥിതി ചെയ്യുന്ന വാൽമുട്ടി കോളനിയെ ആണ് 2023 ജൂൺ 13 പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിൻ്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് 2023 ജൂൺ മാസം 25 ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിൻ്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് 2023 ജൂൺ 25 ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയത് 1983 ജൂൺ 25 ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയത് 1983 ജൂൺ 25 ആയിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര് എന്നതാണ് ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകുന്ന പ്രത്യേക പുരസ്കാരമാണ് ബാലസാഹിത്യ പുരസ്കാരം. 2023 മലയാള ഭാഷയിൽ എഴുതിയ എഴുത്തുകാരിൽ നിന്നും ബാലസാഹിത്യ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി. അവരുടെ നോവലിൻ്റെ പേരാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്നാണ് ആ നോവലിൻ്റെ പേര്. ഇതെഴുതിയ എഴുത്തുകാരിയുടെ പേരാണ് പ്രിയ എ.എസ്. പ്രിയ എ.എസ്. എഴുതിയ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവലിനാണ് 2023 മലയാള സാഹിത്യ വിഭാഗത്തിൽ നിന്നുമുള്ള ബാലസാഹിത്യ പുരസ്കാര അവാർഡ് നേടിയത്.
ഇംഗ്ലീഷ് വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ്. നാരായണമൂർത്തി, NR നാരായണമൂർത്തിയുടെ പത്നിയാണ് സുധാമൂർത്തി. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ്. കൃതി ഗ്രാൻഡ് പേരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്നതാണ്. കൃതിയുടെ പേരാണ് ഗ്രാൻഡ് പേരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ്. അടുത്ത ചോദ്യം, 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ് എന്നതാണ് ചോദ്യം. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയാണ് 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം. അടുത്ത ചോദ്യം, 2023 ജൂണിൽ ആഗോള സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നതാണ് ചോദ്യം. 2023 ജൂണിൽ ആഗോള സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ജെൻഡർ ഇക്വാളിറ്റി ഇൻഡെക്സ് അതാരാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഗ്ലോബൽ എക്കണോമിക് ഫോറമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2023 ഗ്ലോബൽ എക്കണോമിക് ഫോറം തയ്യാറാക്കിയ ജെൻഡർ ഇക്വാളിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 127. 14 വർഷം തുടർച്ചയായി 1-ാം സ്ഥാനത്ത് തുടരുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഐസ്ലൻഡ്. അടുത്ത ചോദ്യം, ലോക സംഗീത ദിനം എന്ന് എന്നതാണ് ചോദ്യം. ലോക സംഗീത ദിനം ജൂൺ മാസം 21 ലോക സംഗീത ദിനം. ലോക യോഗാ ദിനവുമായിട്ട് ആചരിക്കുന്നതും ജൂൺ മാസം 21 തന്നെയാണ്. അടുത്ത ചോദ്യം, ആമസോൺ കാടുകളിൽ വിമാന അപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായി നടത്തിയ അന്വേഷണ ദൗത്യം. ആമസോൺ കാടുകളിൽ വിമാന അപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായി നടത്തിയ അന്വേഷണ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഓപ്പറേഷൻ ഹോപ്പ് എന്നത് ആമസോൺ കാടുകളിൽ വിമാന അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്തുവാൻ നടത്തിയ അന്വേഷണമാണ് ഓപ്പറേഷൻ ഹോപ്പ്. അടുത്ത ചോദ്യം, ലോക 1-ാം റാങ്കിങ്ങിൽ എത്തിയ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം. ജാവലിൻ ത്രോ എന്ന വിഭാഗത്തിൽ നിന്നും ലോക 1-ാം നമ്പർ പദവിയിലേക്ക് എത്തിയ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരത്തിൻ്റെ പേരാണ് നീരജ് ചോപ്ര. അടുത്ത ചോദ്യം, വിളർച്ച മുക്ത കേരളത്തിനായുള്ള വിവാ കേരള ക്യാമ്പയിന് കീഴിൽ ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്തിൻ്റെ പേരാണ് പത്തനംതിട്ടയിലെ മൈലപ്ര. പത്തനംതിട്ടയിലെ മൈലപ്ര എന്ന പഞ്ചായത്താണ് വിളർച്ച മുക്ത കേരളത്തിനായുള്ള വിവാ കേരള ക്യാമ്പയിന് കീഴിൽ ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത്. അടുത്ത ചോദ്യം, സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര് എന്നതാണ് ചോദ്യം. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരാണ് പ്രൊഫസർ MK സാനു. പ്രൊഫസർ MK സാനുവാണ് 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് MK സാനു. അടുത്ത ചോദ്യം, ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിൻ്റെ പേരാണ് കവച്. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കുവാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതിയുടെ പേരാണ് സ്പോഞ്ച് സിറ്റി. സ്പോഞ്ച് സിറ്റി എന്നാണ് ഈ പേര്. കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതിയുടെ പേരാണ് സ്പോഞ്ച് സിറ്റി. പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. അപ്പോൾ സ്പോഞ്ച് സിറ്റി എന്ന പദ്ധതി നിലവിൽ വരുന്ന നഗരത്തിൻ്റെ പേരാണ് കൊച്ചിയാണ്. 2023 ജൂണിൽ ആഭ്യന്തര കലാപം നടന്ന ഒരു രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രത്തിൻ്റെ പേരാണ് റഷ്യ. അവിടെ വാഗ്നർ ആർമി എന്ന് പറയുന്ന ഒരു ആർമിയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. 2023 ജൂണിൽ ആഭ്യന്തര കലാപം നടന്ന രാജ്യമാണ് റഷ്യ. അടുത്ത ചോദ്യം, 2023 ജൂണിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയ സംസ്ഥാനമാണ് കർണാടകം. 2023 ജൂൺ മാസം മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയ സംസ്ഥാനമാണ് കർണാടകം. ഈ പദ്ധതിയുടെ പേരാണ് ശക്തി. അപ്പോൾ ശക്തി എന്ന പദ്ധതി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഒഴുക്കുക എന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ശക്തി. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിൻ്റെ വേദിയായിരുന്നു ഇന്ത്യ. ഇന്ത്യയായിരുന്നു 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിൻ്റെ വേദി.
അടുത്ത ചോദ്യം, 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ്? 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 2023 തകർന്ന ഉക്രൈനിലെ അണക്കെട്ടിൻ്റെ പേരാണ് നോവ ഖവോക്ക. 2023 തകർന്ന ഉക്രൈനിലെ അണക്കെട്ടിൻ്റെ പേരാണ് നോവ കഖോവ്ക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആപ്പിൻ്റെ പേരാണ് ഷീ ടൂറിസം എന്നാണ് ആപ്പിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച മാണിക്കൽ പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച മാണിക്കൽ പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ് മാണിക്കൽ പഞ്ചായത്ത് ഉള്ളത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച മാണിക്കൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ലോക കേരള സഭ 2023 വേദിയായ രാജ്യമാണ് അമേരിക്ക. ലോക കേരള സഭ 2023 വേദിയായ രാജ്യമാണ് അമേരിക്ക. അടുത്ത ചോദ്യം, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്കായി ഡോക്ടർ APJ അബ്ദുൽ കലാം നോളജ് സെൻറ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്കായി ഡോക്ടർ APJ അബ്ദുൽ കലാം നോളജ് സെൻറ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, അണ്ടർ 18 വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് താരത്തിൻ്റെ പേരാണ് അദിതി ഗോപിചന്ദ്. അണ്ടർ 18 വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് താരമാണ് അദിതി ഗോപിചന്ദ്. അടുത്ത ചോദ്യം, SSLC +2 പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹോപ്പ്. ഹോപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കേരള പോലീസാണ്. SSLC +2 പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹോപ്പ് എന്നത്. അടുത്ത ചോദ്യം, പൊതുസ്ഥലത്തും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. പൊതുസ്ഥലത്തും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ലോക ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസം. അടുത്ത ചോദ്യം, 2023 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? 2023 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ എൻഡ് ചൈൽഡ് ലേബർ. സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് എൻഡ് ചൈൽഡ് ലേബർ എന്നതായിരുന്നു 2023 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. 2023 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് എൻഡ് ചൈൽഡ് ലേബർ എന്നത്. അടുത്ത ചോദ്യം, നൂറ്റാണ്ടിന് മുമ്പ് തകർന്ന ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന ഓപ്ഷൻ ഗേറ്റ് കമ്പനിയുടെ പേടകത്തിൻ്റെ പേരാണ് ടൈറ്റൻ. ഒരു നൂറ്റാണ്ടിന് മുൻപ് തകർന്ന ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന ഓപ്ഷൻ ഗേറ്റ് കമ്പനിയുടെ പേടകത്തിൻ്റെ പേരാണ് ടൈറ്റൻ. അടുത്ത ചോദ്യം,
പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ പ്രചരണ പ്രോഗ്രാമാണ് ഭാരത് ഇൻ പാരീസ് എന്ന് പറയുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ പ്രചരണ പ്രോഗ്രാമാണ് ഭാരത് ഇൻ പാരീസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇ.ടി. അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഇ.ടി. അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല. അടുത്ത ചോദ്യം, സാംബ സനാബൽ ഗോതമ്പ് പൊടി ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഉൽപ്പന്നമാണ് എന്നതാണ് ചോദ്യം. സാബ സനാബൽ ഗോതമ്പ് പൊടി, ഗോതമ്പ് പൊടിയുടെ പേരാണ് സാബ സനാബൽ ഗോതമ്പ് പൊടി. ഇത് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഉൽപ്പന്നമാണ് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് UAE. UAE എന്ന രാജ്യത്തിൻ്റെ ദേശീയ ഉൽപ്പന്നമാണ് സാബ സനാബൽ എന്ന ഗോതമ്പ് പൊടി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയത് UN ആസ്ഥാനത്ത് നടന്ന യോഗ പരിപാടിയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയത് UN ആസ്ഥാനത്ത് നടന്ന യോഗയുടെ പരിപാടിയാണ്. 180-ലേറെ രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നത്. 180-ലേറെ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. അടുത്ത ചോദ്യം, ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അശ്വിൻ ശേഖർ. ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ പേര് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ അശ്വിൻ ശേഖർ. ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ പേര് ലഭിച്ച ആദ്യത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ്റെ പേരാണ് വൈനു ബാപ്പു. തലശ്ശേരി സ്വദേശിയായ വൈനു ബാപ്പുവാണ് ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ പേര് ലഭിച്ച ആദ്യത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, ലോക യോഗാ ദിനമായി ആചരിക്കുന്നത് എന്നതാണ്. ലോക യോഗാ ദിനമായി ആചരിക്കുന്നത് ജൂൺ മാസം 21-നാണ്. ജൂൺ മാസം 21-ആണ്. അടുത്ത ചോദ്യം, ഫെൻസിങ്ങിൽ അഥവാ വാൾപ്പയറ്റിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. ഫെൻസിങ്ങിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് ഭവാനി സിംഗ്. ചൈനയിലെ വുഷിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇവർ വെങ്കലം നേടുകയുണ്ടായി. ചൈനയിലെ വുഷിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇവർ വെങ്കലം നേടുകയുണ്ടായി. അടുത്ത ചോദ്യം, കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച സിനിമയാണ് വാസവദത്ത. കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച സിനിമയുടെ പേരാണ് വാസവദത്ത. അടുത്ത ചോദ്യം, 2023 നടക്കുന്ന മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കുന്നത് 2023-ലാണ്. അതിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2023-ൽ 25-ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസാണ് കൊങ്കൺ റെയിൽവേ. 2023-ൽ 25-ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസാണ് കൊങ്കൺ റെയിൽവേ സർവീസ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം എന്ന ഖ്യാതി സ്വന്തമാക്കിയിരിക്കുന്നത് മിയാസാക്കി എന്ന മാങ്ങയാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴമാണ് മിയാസാക്കി. അടുത്ത ചോദ്യം, ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന സംഗീത ആൽബത്തിൻ്റെ പേരാണ് ഉയരോട് ചേർത്തിയിടാം എന്നത്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന സംഗീത ആൽബമാണ് ഉയരോട് ചേർത്തിയിടാം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2023-ലെ ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ കിരീട ജേതാക്കളായ ടീം ഇന്ത്യയാണ്. 2023-ലെ ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ കിരീട ജേതാക്കളായ ടീം ഇന്ത്യയാണ്. ഫൈനലിൽ ലെബനനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ സൂപ്പർ 1000 സീരീസ് ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ സഖ്യമാരെ. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ സൂപ്പർ 1000 സീരീസ് ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജും രംഗി റെഡ്ഡി അഥവാ ചിരാഗ് റെഡ്ഡി സഖ്യം. സാത്വിക് സായി രാജ് രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടിയുടെയും അതേപോലെ തന്നെ സാത്വിക് സായിരാജ് റംഗി റെഡ്ഡിയുടെയും സഖ്യമാണ് ഒരു സൂപ്പർ സീരീസ് 1000 സീരീസ് ടൂർണമെൻറ്റ് വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സഖ്യം. ഇന്തോനേഷ്യ ഓപ്പണിൽ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയതോടെയാണ് ഈ നേട്ടത്തിന് ഇവർ അർഹരായത്. ഇന്തോനേഷ്യ ഓപ്പൺ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയത് ആരെല്ലാമെന്ന് ചോദിച്ചാൽ അത് സാത്വിക് സായി രാജ് റംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടി എന്നീ സഖ്യങ്ങളാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോയുടെ പുതിയ തലവൻ്റെ പേരാണ് രവി സിൻഹയാണ്. റോയുടെ പുതിയ തലവനായി നിയമിതനായിരിക്കുന്ന വ്യക്തിയാണ് രവി സിൻഹ. അടുത്ത ചോദ്യം, ഗോവയിൽ നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. ഗോവയിൽ നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് മോഗ എന്ന കാട്ടുപോത്താണ്. മോഗ. ഗോവയിൽ നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് മോഗ എന്ന കാട്ടുപോത്ത്. അടുത്ത ചോദ്യം, ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ദേവസ്വം വകുപ്പിൻ്റെ പുതിയ പദ്ധതിയുടെ പേരാണ് ദേവാങ്കണം ചാരുഹരിതം. ദേവാങ്കണം ചാരുഹരിതം എന്ന പദ്ധതി ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ദേവസ്വം വകുപ്പിൻ്റെ പുതിയ പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം എന്നത്. അടുത്ത ചോദ്യം, WHO പുതിയ റിപ്പോർട്ട് പ്രകാരം കോവിഡിനേക്കാൾ മാരകമായി ലോകത്ത് വരാനിരിക്കുന്ന രോഗമാണ് ഡിസീസ് എക്സ് എന്ന് പറയുന്നത്. ഡിസീസ് എക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കോവിഡിനേക്കാൾ മാരകമായി ലോകത്ത് വരാനിരിക്കുന്ന രോഗമാണ് ഡിസീസ് എക്സ് എന്ന് പറയുന്നത്. ലോക വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ മാസം 19 ജൂൺ മാസം 19 ലോക വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. 2021 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ വ്യക്തിയുടെ പേരാണ് ഗീത പ്രസ്. 2021 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ വ്യക്തിയുടെ പേരാണ് ഗീത പ്രസ് എന്നത്. ഗീത പ്രസ്. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഐവറി കോസ്റ്റ്. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഐവറി കോസ്റ്റ്. അടുത്ത ചോദ്യം, കേരളത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് കെ ഫോൺ എന്നത്. കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കെ ഫോണിലെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സൗജന്യമായിട്ട് നൽകുന്നു. മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലുമാണ് നൽകുന്നത്. അതിവേഗം ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന ഈ പദ്ധതിയുടെ പേരാണ് കെ ഫോൺ എന്നതാണ് പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കാസർഗോഡ്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയുടെ പേരാണ് കാസർഗോഡ്. അടുത്ത ചോദ്യം, 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ് അല്ലെങ്കിൽ രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 2024 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2023 സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സ്റ്റീവ് ഹാങ്കെ തയ്യാറാക്കിയ ദുരിത സൂചികാ റിപ്പോർട്ട് അല്ലേ. 2023 സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സ്റ്റീവ് ഹാങ്കെ തയ്യാറാക്കിയത് ദുരിത സൂചികാ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ദുരിതമേറിയ രാജ്യമായി കണക്കാക്കുന്നത് സിംബാബ്വെ എന്ന രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും തന്നെ പഴക്കമുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ദുരിതമേറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സിംബാബ്വെയാണ്. അടുത്ത ചോദ്യം, ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കിയ ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ ആവാസ വ്യവസ്ഥയുടെ പേരാണ് മാഴ്സ് ഡോൺ ആൽഫ എന്നത്. ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കിയ ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ ആവാസ വ്യവസ്ഥയുടെ പേരാണ് മാഴ്സ് ഡോൺ ആൽഫ എന്നത്. അടുത്ത ചോദ്യം, എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. ഇത് ആരുടെ ഓർമ്മക്കുറിപ്പാണ് എന്ന് ചോദിച്ചാൽ അത് മാധവ് ഗാഡ്ഗിലിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സാമൂഹ്യ വികസന പരിപാടിയുടെ പേരാണ് പൗരധ്വനി എന്നത്. കേരള സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് പൗരധ്വനി എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2025 കലോത്സവ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. അടുത്ത ചോദ്യം, അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നാട്ടുമാവും തണലും. അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നാട്ടുമാവും തണലും. അടുത്ത ചോദ്യം, ഫോബ്സ് മാസിക പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ഫോബ്സ് മാസിക പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബിൻ്റെ പേരാണ് റയൽ മാഡ്രിഡ് എന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ വിതരണ കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണ് എന്നതാണ് ചോദ്യം.
കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. മഹാരാഷ്ട്രയിലെ അഹല്യ നഗർ എന്ന് പുനർനാമകരണം ചെയ്യുന്ന ജില്ലയുടെ പേരാണ് അഹമ്മദ് നഗർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ പേര് ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. 2023 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കളാണ് ഇന്ത്യ. പുരുഷ വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെൻറ്റിൽ ജേതാക്കളായിരുന്നു ഇന്ത്യ. അടുത്ത ചോദ്യം, ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് ഏത് എന്നതാണ് ചോദ്യം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റാണ് കോട്ടയം. അടുത്ത ചോദ്യം, 2023 ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത് ജൂൺ മാസം 1-ാം തീയതിയാണ്. ഇന്ത്യൻ ക്ഷീരദിനമാണ്. 2023 ലോക ക്ഷീരദിനത്തിൻ്റെ പ്രമേയം എന്താണ്? അല്ലേ, ലോക ക്ഷീരദിനം, പാൽ ദിനം, അന്താരാഷ്ട്ര പാൽ ദിനമായിട്ട് ആചരിക്കുന്ന ജൂൺ മാസം 1-ാം തീയതിയാണ്. ലോക ക്ഷീരദിനത്തിൻ്റെ പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? 2023 ലോക ക്ഷീര ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു സുസ്ഥിര ക്ഷീര വ്യവസായം ഭൂമിക്കും മനുഷ്യനും ഗുണകരം. സുസ്ഥിര ക്ഷീര വ്യവസായം ഭൂമിക്കും മനുഷ്യനും ഗുണകരമാണ് എന്നാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ജൂൺ മാസം 1-ന് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഹരിത വിദ്യാലയം, ശുചിത്വ വിദ്യാലയം. ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ഹരിത വിദ്യാലയം അഥവാ ശുചിത്വ വിദ്യാലയം. പാസീസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. 2023 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.